Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today we'll be dealing with the poem The Violet, written by Gothi. ഗോത്തിനെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷെ കേട്ട് കാണും. വയലറ്റ് എന്നുള്ള പോം കേട്ടിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഗോത്തിനെ കുറിച്ച് നിങ്ങൾ ഒരു വിധം എല്ലാവരും കേട്ട് കാണും. ഞാനിപ്പോൾ ഈ പോം സെലക്ട് ചെയ്തിരിക്കുന്നത് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററുകാർക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു 6th സെമൊക്കെ ആകുമ്പോഴേക്കും കേട്ട് കാണണം ഈ റൈറ്ററിനെ പറ്റിയിട്ട്. ഗോത്തെ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജർമ്മൻ റൊമാൻറ്റിക് റൈറ്ററാണ്. ആക്ച്വലി ആള് ബിഗിൻ ചെയ്തത് റൊമാൻറ്റിസിസത്തിൽ നിന്നാണ്. പിന്നീട് എന്താ പറയുക, ക്ലാസിസത്തിലേക്ക് കടന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഹി വാണ്ടഡ് ടു ബി ഐഡൻറ്റിഫൈഡ് ആസ് എ ക്ലാസിക് റൈറ്റർ. ഓക്കെ, പക്ഷെ റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ട്രെയ്റ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. നമുക്ക് റൊമാൻറ്റിസിസത്തിൻ്റെ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ലവ്, പാഷൻ, അല്ലേ, ഇമോഷൻ, അതൊക്കെയാണ് നമുക്ക് റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ദ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഗോത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും വെച്ചാൽ, നിങ്ങൾ ക്രിസ്റ്റഫർ മാർലോ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിൻ്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ കേട്ട് കാണും. ആ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേക്ക് ബേസ് ആയത് ഈ ഗോത്തയുടെ ഫോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ആണ്. ഓക്കെ, ആക്ച്വലി ഈ നമ്മുടെ ഗോത്തെ എന്ന് പറയുന്ന ഒരു ജർമ്മൻ റൈറ്ററാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഓരോ കാലഘട്ടത്തും നമ്മൾ ഈ നെറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ഏജ് വൈസ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഏജ് വൈസ് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ എലിസബത്തൻ ലിറ്ററേച്ചർ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ ഡ്രൈഡൻ്റെ ഏജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ മറ്റേ വേർഡ്സ്വർത്തിയൻ റൊമാൻറ്റിസിസം ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഇൻഫ്ലുവൻസ് ഒരുപാട് കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ ഈ ഗോത്തെ എന്ന് പറയുന്ന റൈറ്റർ ആക്ച്വലി വേർഡ്സ്വർത്തിനെയും കണ്ടംപററീസിനെയും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, വേർഡ്സ്വർത്തിൻ്റെ കണ്ടംപററീസിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു ജർമ്മൻ റൊമാൻറ്റിസിസത്തിലെ ഒരു പ്രോമിനൻറ്റ് ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് പോയത്തിനെ കുറിച്ചിട്ടാണ്. പോം ഏതാണ്? ദ വയലറ്റ്. വയലറ്റ് ഫ്ലവേഴ്സ് എന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ പിക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞാനതൊന്ന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ദ വയലറ്റ്. Upon the mead a violet stood, retiring and of modest mood. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? അപ്പോൺ ദ മെഡ് എന്ന് വെച്ചാൽ മെഡോ, ഒരു അങ്ങനെ പുൽത്തകിട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതിലൊരു വയലറ്റ് നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ വയലറ്റ് പൂക്കൾ, ഇപ്പം ഞാൻ നെറ്റ് നോക്കിയപ്പോൾ കണ്ട പിക്ചേഴ്സ് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂക്കളെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഈ ഗാർഡൻസിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന പൂക്കളായിട്ടാണ് കേട്ടോ. പക്ഷെ ഇവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു മെഡോയിൽ ഒരു വയലറ്റ് പൂവ് നിൽക്കുന്നുണ്ട്. വയലറ്റ്, അതിൻ്റെ കളറും വയലറ്റ് ആണ്, അതിൻ്റെ പേരും വയലറ്റ് ആണ് കേട്ടോ. ആ പൂവിൻ്റെ പേരും വയലറ്റ് എന്നാണ്. എങ്ങനെയാണ് ആ പൂ നിൽക്കുന്നത്? റിട്ടയറിങ് ആൻഡ് ഓഫ് മോഡസ്റ്റ് മൂഡ്, അല്ലേ? റിട്ടയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി, എല്ലാത്തൊന്നും വിട്ട് മാറി നിൽക്കുന്ന. പിന്നെ ഒരു മോഡസ്റ്റ്, അല്ലേ, അങ്ങനെ ഭയങ്കര ഒതുങ്ങിക്കൂടിയ. നമുക്ക് ആ ഒരു വരിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും പോയിറ്റ് ഈ പൂവിന് ഒരു ഫെമിനൈൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും, അല്ലേ? കാരണം മോഡസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി നമ്മളത് അല്ലേ, നമ്മുടെ ഒരു ജെൻഡർ നോംസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഫീമെയിൽ ക്വാളിറ്റി ആണ്, അല്ലേ, ഫെമിനൈൻ ക്വാളിറ്റി ആണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി പോയിറ്റ് കൊടുക്കാൻ പോകുന്നത് മാസ്കുലിൻ ക്വാളിറ്റീസ് ആണ്. എന്താ പറയുക, പോയിറ്റ് ആ പൂവിന് കൊടുക്കാൻ പോകുന്നത്. അത് നമുക്ക് ഇനി വരുന്ന വരികളിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ റിട്ടയറിങ് ആൻഡ് ഓഫ് മോഡസ്റ്റ് മൂഡ്, ഇൻ ട്രൂത്ത് എ വയലറ്റ് ഫെയർ. ഓക്കെ, ശരിക്കും അതൊരു എന്താ പറയുക, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്ടായേ? Then came a youthful shepherdess and roamed with sprightly joyousness and blithely wooed with carols sweet the air. ഓക്കെ, അപ്പം എന്താണ്, അപ്പം അങ്ങനെ പൂവ് ഇങ്ങനെ ഒതുങ്ങിക്കൂടി മാറി നിൽക്കുകയാണ്. ശരിക്കും
അത്രയ്ക്ക് ഭംഗിയാണ് അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള യൂത്തായിട്ടുള്ള ഒരു ഷെപ്പേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആടുകളെയൊക്കെ മേയ്ക്കുന്ന പെൺകുട്ടി അല്ലേ, അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരി പെൺകുട്ടി വന്നു. ആൻഡ് ഷീ റോംഡ് അല്ലേ, റോംഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാണ്ടറി, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. എങ്ങനെയാണ് ആ കുട്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? വിത്ത് സ്പ്രൈറ്റ്ലി ജോയസ്നെസ്. സ്പ്രൈറ്റ്ലി എന്ന് വെച്ചാൽ, സ്പ്രൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ജോയസ്നെസ്, ഒരു പോസിറ്റീവ് വൈബ് ആ കുട്ടിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ കിട്ടും അല്ലേ. അങ്ങനെ ഭയങ്കര അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ബ്ലൈറ്റ്ലി എന്ന് വെച്ചാൽ കെയർലെസ്ലി വൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ. വിത്ത് കാരൽ സ്വീറ്റ് അയോ അല്ലേ, ആ കുട്ടി പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇത്രയും ലൈൻസ് നമുക്ക് വായിച്ചപ്പോൾ തന്നെ നമുക്ക് രണ്ട് തരം ബ്യൂട്ടീനെ കാണാം. നമുക്കറിയാം ബ്യൂട്ടി എന്ന് പറയുന്നതും എന്താണ്, ബ്യൂട്ടീനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ അല്ലേ, അതൊക്കെ എന്താണ്, റൊമാൻറ്റിസിസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് അല്ലേ. ഷെല്ലിയും കീറ്റ്സും ഒക്കെ ബ്യൂട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്, നമുക്കറിയാം. അതേപോലെ ഗോത്തേൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, റൊമാൻറ്റിക് റൈറ്റർ ആണെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ട് തരം ബ്യൂട്ടി പോയിന്റ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ആദ്യം ഒന്ന് റിട്ടയറിംഗ് ആൻഡ് ഓഫ് മോഡസ്റ്റ് മൂഡ് അല്ലെ, ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഭംഗി. രണ്ടാമത്തത് എന്താണ്, ഭയങ്കര ആ ബ്യൂട്ടിയുടെ ഒരു ഇത് എല്ലാം ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള അല്ലേ, എല്ലാവരിലേക്കും ഒരു പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുന്ന, എല്ലാവരിലാരും ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലേ ഒരു തരം ഭംഗിയാണ്. മറ്റേത് ഇങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുകയാണ് പൂവ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അൺനോട്ടിസ്ഡ് ബ്യൂട്ടിയാണ്, ആരാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അതിൻ്റെ ഒരു സെക്ലൂഡഡ് ലൊക്കേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസിഗ്നിഫിക്കൻസ് ആണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഈ പെൺകുട്ടി എങ്ങനെയാണ്, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു ഭംഗിയാണ്, ഒരു സൗന്ദര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സൗന്ദര്യത്തെ പറ്റിയിട്ടാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി thought the violet, had I been for but the smallest moment even, nature's most beauteous flower, till gathered by my love and pressed, when weary against her gentle breast, for even one quarter of an hour. എന്താ പറയുന്നത്, വയലറ്റ് പൂവ് വിചാരിക്കുകയാണ്. എന്താ വിചാരിക്കണേ, അറ്റ്ലീസ്റ്റ് ഒരു സ്മോളസ്റ്റ് മൊമെന്റിനെങ്കിലും, ഒരു അല്പസമയത്തേക്കെങ്കിലും ഞാനാണ് ഈ നേച്ചറിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. പൂവ് വിചാരിക്കുക, എന്തിനാ പൂവത് ആഗ്രഹിക്കുന്നത്? സോ ദാറ്റ് ദ ഫ്ലവർ വുഡ് ബി എംബ്രേസ്ഡ് ബൈ ദിസ് യങ് ഗേൾ അല്ലേ. ഈ പെൺകുട്ടി, ഈ പൂവാണ് ഈ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് എങ്കിൽ ഈ പൂവ് ആ പെൺകുട്ടിയുടെ ശ്രദ്ധ ആകർഷിച്ചേനെ. നമ്മൾ പറഞ്ഞു എന്ത്, ഒരു ഭാഗത്ത് അത് ഒതുങ്ങിക്കൂടി നിൽക്കണം, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അല്ലേ. അപ്പോൾ ഇത്രയും കാലം അത് ബോധേഡ് ആയിരുന്നില്ല, ആരുടെയും ശ്രദ്ധ കിട്ടിയില്ല എന്നുള്ളതൊന്നും ബോധേഡ് ആയിരുന്നില്ല പൂവ്. പക്ഷെ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ആക്ച്വലി ആ ഫ്ലവറിന് ഈ പെൺകുട്ടിയോട് ഒരു അട്രാക്ഷൻ തോന്നുകയാണ്, ഒരു പ്രണയം തോന്നുകയാണ്. അപ്പോൾ പറയാണ് എന്ത്, ഈ ഞാനായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള പൂവെന്നുണ്ടെങ്കിൽ എത്ര നന്നായേനെ, അങ്ങനെയാണെങ്കിൽ അവളെ എന്നെ എടുത്തേനെ, എന്നിട്ട് അവളുടെ നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചേനെ അല്ലേ. വെൻ വെരി എന്ന് വെച്ചാൽ ടയർഡായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ, റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ എന്നെ അങ്ങനെ നെഞ്ചത്ത് ചേർത്ത് വെച്ചേനെ. For even 1/4 of an hour. 1/4 of an hour means ഒരു അവറിൻ്റെ ഒരു ക്വാർട്ടർ അല്ലേ, 15 minutes. അത് പോയിറ്റിക്കലി ഇങ്ങനെ പറയുകയാണ് എന്ത്, അത്ര സ്വല്പ സമയത്തേക്കെങ്കിലും ഞാൻ അത്രയും ഭംഗിയുള്ളൊരു പൂവായി മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ അവള് ചേർത്ത് പിടിച്ചേനെ. അലാസ് the maid drew nigh. അപ്പോൾ അവിടെ എന്താ കണ്ണേ, ഒരു ലവറിൻ്റെ ഒരു ടെൻഷനാണ് അല്ലേ. ബിലവറുടെ അടുത്തേക്ക് നീങ്ങി വരികയാണ്. ദേ പെൺകുട്ടി അടുത്തേക്ക് വരുന്നു കേട്ടോ. നൈ മീൻസ് നിയർ. പെൺകുട്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ലവറിൻ്റെ ഒരു ടെൻഷനാണ് അല്ലേ. ബിലവഡിനെ കാണുമ്പോൾ അതിനെ എങ്ങനെയും ഫേസ് ചെയ്യും, ഞാൻ എന്ത് പറയും അല്ലേ, ആ ഒരു ടെൻഷനാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. The violet failed to meet her eye അല്ലേ. ഈ പൂവ് ഈ പെൺകുട്ടീനെ കണ്ടു, പക്ഷെ എന്താണ്, പെൺകുട്ടി പൂവിനെ കണ്ടില്ല. She crushed the violet sweet അല്ലേ. ആ സ്വീറ്റ് ആയിട്ടുള്ള പൂവിനെ ക്രഷ് ചെയ്തു, ചതച്ചരച്ചു. It sank and died, yet murmured not. അപ്പം എന്താണ്, അത് ഇങ്ങനെ ചുങ്ങി അത് ചത്തു,
അല്ല മരിച്ചുപോയി. പക്ഷെ ഇറ്റ് murmured നോട്ട്, അത് കംപ്ലൈൻസ് ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താണത് പറഞ്ഞത്? ആൻഡ് ഇഫ് ഐ ഡൈ, ഓ ഹാപ്പി ലോട്ട്, ഫോർ ഹർ ഐ ഡൈ ആൻഡ് ഹെർട്ട് ഹർ വെരി ഫീറ്റ്. അല്ലേ, എന്താണ് പറയുന്നത്? ഞാൻ മരിക്കുകയാണെങ്കിൽ, അതായത് അത് ചുങ്ങി, ഇപ്പം ചുങ്ങിയപ്പോൾ അതിന് തോന്നി ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഫീൽ ഉണ്ടായപ്പോൾ പൂവ് പറയണം എന്ത്? ഞാൻ മരിക്കുകയാണെങ്കിൽ ഡോണ്ട് വറി, ആർക്കും വിഷമം വേണ്ട. എന്താ, ഞാൻ അവൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത്, അവളുടെ കാൽപാദത്തിൻ്റെ ചോട്ടിൽ കിടന്നിട്ടാണ് ഞാൻ മരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു വിഷമവും വേണ്ട എന്ന് പറയണം. സി, അവിടെ ആ പൂവിൻ്റെ ഇത്ര ഒരു ഡിഗ്നിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ. ശരിക്കും നോക്കൂ, അവിടുത്തെ ഒരു ലവ് എന്ന് പറയുന്നത് അൺറിക്വറ്റഡ് ലവ് ആണ്, അതായത് തിരിച്ചു കിട്ടാത്ത പ്രണയമാണ്, വൺ വേ ലവ് ആണ് അല്ലേ. പെൺകുട്ടി ഈ പൂവിനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല, അതങ്ങനെ നടന്നു പോയി, ചതച്ചരച്ച് പോയി അല്ലേ. അപ്പം ഇവിടെ വേറൊരു മീനിങ് കൂടി ഉണ്ട്, അതായത് ഏർത്ത് എന്ന് പറയുമ്പോൾ എത്ര വൾണറബിൾ ആണ് ഭൂമി, അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് എത്രത്തോളം വൾണറബിൾ ആണ്. നമ്മുടെ കെയർലെസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് പോലും നേച്ചറിൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ തിരിച്ച് നമ്മുടെ ലവർ അങ്ങനെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ തന്നെയും എന്താണ് ഇതിൻ്റെ ആ ഒരു നൊബിലിറ്റി അല്ലേ, ആ സ്നേഹത്തിൻ്റെ ആ ഒരു നൊബിലിറ്റി, ആ പൂവിൻ്റെ സ്നേഹം എത്രത്തോളം നോബിളാണ്, എത്രത്തോളം ഡിവൈനാണ് അല്ലേ. കാരണം അത്രയും കാലം ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്നിട്ടും ഒരു രീതിയിലും അത് ബോദർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടീനെ കണ്ടപ്പോൾ ദ ഫ്ലവർ ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് ഗേൾ അല്ലേ. അപ്പോൾ ഒരു എന്താ പറയുക, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രണയം തോന്നുകയാണ്. പക്ഷേ ആ പ്രണയം എത്രത്തോളം പാഷനേറ്റ് ആണ്, എത്രത്തോളം ഡിവൈൻ ആണ്, പാഷനേറ്റ് എന്നുള്ളതിലുപരി എത്രത്തോളം ഡിവൈൻ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഡെപ്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ അവൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത്, അവളുടെ കാൽക്കീഴിലാണ് മരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു നൊബിലിറ്റി അല്ലേ, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന, ഈ പോയത്തിനകത്ത് മെയിനായിട്ട് വരുന്ന തീംസ് എന്ന് പറയുമ്പോൾ അൺറിക്വറ്റഡ് ലവ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വൺ വേ ലവ് ആണ് അല്ലേ. പൂവിന് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, തിരിച്ച് പെൺകുട്ടി ശ്രദ്ധിക്കണ പോലുമില്ല. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ആണ്. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് അല്ലേ. എന്തായാലും മരണം, നമ്മൾ എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും എന്തൊക്കെ കഴിവുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും മരണം എന്നുള്ളത് ഒരു എന്താ പറയുക ഉറപ്പുള്ളൊരു കാര്യമാണ് അല്ലേ, അതാണ് പറയുന്നത്. പിന്നെ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ബ്യൂട്ടി. അപ്പോൾ ഇതിനകത്ത് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പല രീതിയിലുള്ള ബ്യൂട്ടികൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് എന്താണ്, ഭയങ്കര ഇങ്ങനെ മോഡസ്റ്റ് ആയിട്ടൊരു ഭാഗത്ത് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ബ്യൂട്ടിയാണ്. മറ്റേത് അട്രാക്ഷൻ എന്താ പറയുക നേടിയെടുക്കുന്ന തരത്തിലുള്ള ബ്യൂട്ടിയാണ്, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കെയർലെസ് ആയിട്ടുള്ള അല്ലേ, അങ്ങനെ ഫ്രീഡം ഒക്കെ അങ്ങനത്തെ കലർന്നിട്ടുള്ളൊരു ബ്യൂട്ടി നമ്മൾ പറഞ്ഞു. പിന്നെ ബ്യൂട്ടീൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് പോയിട്ട് പറയുന്നത് ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ബ്യൂട്ടി. അതായത് നമ്മൾ എത്രത്തോളം ഭംഗിയുണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞാലും അത് ഒരു കാലം കഴിഞ്ഞ് അത് നഷ്ടപ്പെടും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അടുത്തൊരു മേജർ തീം ഇൻ ദിസ് പോം എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ഓഫ് ഡിസയർ ആൻഡ് വൾണറബിലിറ്റി. അതായത് ഈ പൂവ് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, ഈ പെൺകുട്ടി അടുത്തേക്ക് വരണം, തന്നെ കാണണം, എന്നിട്ട് തന്നെ എടുക്കണം, താലോലിക്കണം എന്നൊക്കെ പൂവ് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഡിസയറാണ് അല്ലേ. പക്ഷെ വൾണറബിളും ആണ് അല്ലേ. നമുക്ക് അത്രയ്ക്കൊക്കെ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ മറ്റെന്തൊക്കെയോ നടക്കുന്നു അല്ലേ. അപ്പോൾ ആ കോ എക്സിസ്റ്റൻസ് ഓഫ് ഡിസയർ ആൻഡ് വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. പിന്നെന്താ, ഹൗ ഡസ് എ വയലറ്റ് വ്യൂ ഇറ്റ് സെൽഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സെക്ലൂഡഡ് ആയി നിൽക്കുന്ന ഒരു ഇതാണ്. അത് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ എന്ന് പോയിട്ട് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. ഇറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നുള്ള രീതിയിൽ പോയിട്ട് പറയുന്നുണ്ട്. പക്ഷേ പൂവ് എന്താ ആഗ്രഹിക്കുന്നത്? പൂവ് ആഗ്രഹിക്കുന്നത് ഞാനായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഫ്ലവർ എങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ, അതായത് ഇറ്റ്സ് നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി അല്ലേ. അത് അതിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് അത് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ചിട്ട് അത് കോൺഫിഡൻ്റ് അല്ല. ഓക്കെ, അത് അവെയർ അല്ല, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് അല്ല. അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫ്ലവർ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ അത് അതിൻ്റെ സ്വന്തം ഭംഗി തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഹൗ ഡസ് എ വയലറ്റ് വ്യൂ ഇറ്റ് സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്വന്തം ഭംഗി തിരിച്ചറിയുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത്
പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷെപ്പേർഡേഴ്സ് ആൻഡ് ദ വയലറ്റ്. അത് വൺ വേ ലവ് ആണ്, തിരിച്ചു കിട്ടുന്നില്ല, ബട്ട് സ്റ്റിൽ അത് ദ ഫ്ലവർ ഡൈസ് ഹാപ്പിലി അല്ലേ, ആൻഡ് ഇറ്റ് ഷോസ് ദ നൊബിലിറ്റി ഓഫ് ദ ഫ്ലവർ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പോമോ സ്റ്റോറിയോ ആയിട്ട് കാണാം. ഓക്കെ, സീ യു ദെൻ, ബൈ.